ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ 7ാം ക്ലാസ് ഇംഗ്ലീഷിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തു ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രിഹെൻഷൻ. Read the following passage and answer the questions given below. In a seaside town, there was a boy named Tommy. He loved to go near the blue sea. He loved playing on the beach and watching the waves. On one day, as Tommy walked along the beach, he saw something moving in the water. It was a dolphin. It was swimming towards him. Tommy had never seen a dolphin before, so he was thrilled. Every morning, Tommy and the dolphin met at the beach. They played together, and the dolphin showed off its amazing swimming skills. Tommy noticed a special pattern on the dolphin's fin, and he called the dolphin Spotty. He drew a picture of Spotty to show everyone. The friendship between Tommy and Spotty grew stronger each day. Their friendship became famous and people from far and near came to see them play in the ocean. Tommy and Spotty enjoyed exploring the sea together, showing everyone the magic of friendship between them. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ടോമി ലിവ്ഡ് ഇൻ. ആദ്യം തന്നെ നൽകിയിട്ടുണ്ട് ഇൻ എ സീസൈഡ് ടൗൺ. ടോമി കോൾഡ് ദ ഡോൾഫിൻ. ഡോൾഫിൻ്റെ പേരായി ടോമി നൽകിയത് സ്പോട്ടി എന്നായിരുന്നു. വൈ ഡിഡ് ടോമി കോൾ ദ ഡോൾഫിൻ ബൈ ദാറ്റ് നെയിം? ടോമി നോട്ടീസ്ഡ് എ സ്പെഷ്യൽ പാറ്റേൺ ഓൺ ദ ഡോൾഫിൻസ് ഫിൻ, സോ ഹി കോൾഡ് ഇറ്റ് സ്പോട്ടി. ഡോൾഫിൻ്റെ ശരീരത്തിൽ ചെറിയൊരു മാർക്കിംഗ് ടോമി കണ്ടു, അതിനാൽ തന്നെ അതിനെ സ്പോട്ടി എന്ന് വിളിച്ചു. വെൻ ടോമി വാക്ക്ഡ് അലോങ് ദി ബീച്ച് ഹി സോ സംതിങ് ഇൻ ദ വാട്ടർ. വാട്ട് വാസ് ഇറ്റ്? എ ഡോൾഫിൻ. ഫൈൻഡ് ഔട്ട് എ വേർഡ് ഫ്രം ദി പാസേജ് ദാറ്റ് മീൻസ് സീ. ഇവിടെ സീ എന്നതിന് അതേ അർത്ഥം വരുന്ന ഒരു വാക്ക് ഈ ഒരു പാരഗ്രാഫിലുണ്ട്. അതേതാണെന്നാണ് ചോദ്യം. ഉത്തരം ഓഷ്യൻ. അടുത്തത് ആക്ടിവിറ്റി 2 സ്റ്റോറി റൈറ്റിംഗ് ആണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. ദേ ആർ സം ഓഫ് ദി ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി. ഡെവലപ്പ് ദം ഇൻ ടു എ മീനിങ് ഫുൾ സ്റ്റോറി. ഇവിടെ 4 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ് തയ്യാറാക്കേണ്ടത്. കഥ തയ്യാറാക്കുമ്പോൾ അതിന് നല്ലൊരു ശീർഷകം, അതായത് ഹെഡിങ് നൽകേണ്ടതുണ്ട്. കൂടാതെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഈ ചിത്രങ്ങൾ നോക്കി നല്ലൊരു സ്റ്റോറി തയ്യാറാക്കാവുന്നതാണ്. അടുത്തതായി ആക്ടിവിറ്റി 3 പോസ്റ്റർ മേക്കിംഗ് ആണ്. ആഫ്റ്റർ റീഡിംഗ് ദി സ്റ്റോറി ഹൗ ഫാർ ഈസ് ദ റിവർ? അമേയ ആൻഡ് ഹെർ ഫ്രണ്ട്സ് വിഷ്ഡ് ടു വിസിറ്റ് എ റിവർ, സോ ദേ വിസിറ്റഡ് എ റിവർ, but they were shocked to see the highly polluted river with full of plastic waste. Prepare a poster against river pollution. How far is the river എന്ന പാഠം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാലോ അതുമായി ബന്ധപ്പെട്ട് അമേയും അതോടൊപ്പം അവളുടെ ഫ്രണ്ട്സും കൂടി റിവർ വിസിറ്റ് ചെയ്യാൻ പോയി. അപ്പോൾ അവിടെ വാട്ടർ ഫുൾ പൊല്യൂട്ടഡ് ആയിട്ടാണ് കാണപ്പെട്ടത്. അപ്പോൾ റിവർ പൊല്യൂഷൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഇവിടെ തയ്യാറാക്കാനായി പറഞ്ഞിട്ടുള്ളത്. പോസ്റ്ററിൽ അത്യാവശ്യമായി സ്റ്റോപ്പ് റിവർ പൊല്യൂഷൻ അതുപോലെയുള്ള സെൻറ്റൻസുകൾ ഉൾപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ പോസ്റ്ററിൻ്റെ ലേ ഔട്ടും അത്യാവശ്യം തന്നെയാണ്. അടുത്തതായി ആക്ടിവിറ്റി ഫോർ കോൺവെർസേഷൻ. സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന സ്റ്റോറിയുമായി ബന്ധപ്പെട്ടതാണ്. ഇതിലെ മദറും ദാസയും തമ്മിലുള്ള കോൺവെർസേഷൻ പൂർത്തിയാക്കാനാണ്. അടുത്ത ചോദ്യം ആക്ടിവിറ്റി 5 എഡിറ്റിംഗ്.
The boy laughed and ran down the path. A parrot suddenly screeched, flew over low his head. A flash for red and green. The bird disappeared amongst the trees. ഇനി ഇവിടെ 5 വാക്കുകൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ശരിയാക്കി എഴുതാമെന്ന് നോക്കാം. ദ ബോയ് ലാഫ്ഡ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ ആൻഡ് റൺ എന്നാണ് നൽകിയിട്ടുള്ളത്. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ റൺ, റാൻ എന്നാണ് അതിൻ്റെ പാസ്റ്റ് ടെൻസ്. അപ്പോൾ ഉത്തരം ഇവിടെ റാൻ ആണ്. അടുത്ത സെൻറ്റൻസ് നോക്കാം. എ പാരറ്റ് സഡൻലി സ്ക്രീച്ച് ഫ്ലൂ ഓവർ ലോ ഹിസ് ഹെഡ്. ഇവിടെ സ്ക്രീച്ചഡ് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് SCREACHED എന്നാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ SCREECHED എന്നാണ് സ്ക്രീച്ചഡ് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ്. അടുത്തതായി ഫ്ലൂ ഓവർലോ എന്നാണ് നൽകിയിട്ടുള്ളത്. ഓവർലോ എന്ന് പറയില്ല, ലോ ഓവർ എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ ആൻസർ ലോ ഓവർ എന്നാണ്. എ ഫ്ലാഷ് ഫോർ റെഡ് ആൻഡ് ഗ്രീൻ. ഇവിടെ പ്രിപ്പോസിഷനായി ഫോർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഉത്തരം ഓഫ് ആണ്. അടുത്തതായി ദ ബേർഡ് ഡിസപ്പിയർഡ് എമംഗ്സ്റ്റ് ദ ട്രീസ്. ഇവിടെ ദ എന്ന വാക്കാണ് അണ്ടർലൈൻ ചെയ്തത്. ഒരു സെൻറ്റൻസ് പൂർത്തിയായതിനു ശേഷം അടുത്ത സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആണ് ഉപയോഗിക്കേണ്ടത്. അതാണ് ഇവിടെ മാറ്റേണ്ടത്. ആക്ടിവിറ്റി 6 ഡയറി. ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന പാഠവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം തന്നെയാണ്. അതിലൊരു ഡയറി തയ്യാറാക്കാനാണ്. ദ ബോയ് ഇൻ ദി സ്റ്റോറി വിസിറ്റഡ് ദ റിവർ ആൻഡ് റിട്ടേൺഡ് ഹോം. ഹി വാസ് റിയലി ത്രിൽഡ് ടു സീ ദ റിവർ. വാട്ട് വുഡ് ഹി റൈറ്റ് ഇൻ ഹിസ് ഡയറി അബൌട്ട് ദ ജേർണി ടു ദ റിവർ? ദ ഫോളോയിങ് പിക്ചേഴ്സ് വിൽ ഹെൽപ്പ് യു. ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന കഥയിലെ ബോയ് ഒരു റിവർ കാണാൻ പോകുന്നതാണ് കഥ. തിരിച്ചെത്തിയ ശേഷം അവൻ വളരെ ത്രിൽഡായിരുന്നു. അപ്പോൾ അന്നത്തെ അവൻ്റെ ഡയറി തയ്യാറാക്കാനാണ്. അതിലെ കുറച്ച് ഇവൻ്റ് ഇവിടെ ചിത്രങ്ങളെ നൽകിയിട്ടുണ്ട്. അതുകൂടി ഉൾപ്പെടുത്തി നല്ലൊരു ഡയറി തയ്യാറാക്കാവുന്നതാണ്. ഡയറി തയ്യാറാക്കുമ്പോൾ ഡേറ്റ് അതോടൊപ്പം തന്നെ നല്ലൊരു ഭാഷയും ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.